നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓട്ടോറിക്ഷയിൽ ടിപ്പറിടിച്ച് നവജാത ശിശു മരിച്ചു. അപകടം നടന്നത് പത്തനംതിട്ട SP ഓഫീസിന് മുൻഭാഗത്ത്. മരിച്ചത് ചിറ്റാർ സ്വദേശിനി സുബിതയുടെ 20 ദിവസം പ്രായമായ കുഞ്ഞ്. തിരഞ്ഞെടുപ്പ് ചൂടിൽ ജില്ല. BJP സ്ഥാനാർത്ഥി MD രമേശ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. 4ാം അംഗത്തിന് തയ്യാറെടുത്ത് ഓമല്ലൂർ നാദകുഴിയിൽ ജനാർദ്ദനൻ നായർ. പാരലൽ കോളേജുകളോടുള്ള അധികൃതരുടെ അവഗണന ഒഴിവാക്കുന്നതിനായി പ്രാർത്ഥനായജ്ഞം. പത്തനംതിട്ട നഗരത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ദിവസേന പ്രാർത്ഥിക്കും. ഉത്സവാഘോഷങ്ങൾ കുറച്ച് നിർധന യുവതിക്ക് മാംഗല്യം. മലയാളപ്പുഴയിൽ ഏറംകര ഇത്തവണയും മാതൃകയായി. വാർത്തകൾ വിശദമായി. ഓട്ടോറിക്ഷയിൽ ടിപ്പറിടിച്ച് നവജാത ശിശു മരിച്ചു. പത്തനംതിട്ട താഴെവെട്ടുപുറത്ത് രാവിലെ 6:30ഓടെയാണ് അപകടം നടന്നത്. ചിറ്റാർ അമ്പാടി ഹൌസിൽ സുബിതയുടെ 20 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. പത്തനംതിട്ട SP ഓഫീസിന് മുൻഭാഗത്ത് രാവിലെ 6:30ഓടെയാണ് അപകടം നടന്നത്. ചിറ്റാർ അമ്പാടി ഹൌസിൽ സുബിത തന്റെ 20 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെയും കൊണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. സുബിതയും കുഞ്ഞും സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ SP ഓഫീസിന് മുമ്പിലെ ട്രാഫിക് ഐലൻഡിൽ മറ്റു വാഹനങ്ങൾ കടന്നുപോകാൻ നിർത്തിയിട്ടപ്പോൾ അമിത വേഗതയിലെത്തിയ ടിപ്പർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട കുഞ്ഞിന്റെ കഴുത്തിലൂടെ കമ്പി തുളച്ചു കയറിയതാണ് മരണകാരണം. കുഞ്ഞ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സുബിതയ്ക്കും മാതാവിനും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനായാണ് ഇവർ പത്തനംതിട്ടയിലേക്ക് എത്തിയത്. അപകടമുണ്ടാക്കിയ ടിപ്പർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പത്തനംതിട്ട മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം വിപുലമായ പരിപാടികളോടെ നടന്നു. ചലച്ചിത്ര താരം ഉണ്ണി മുകുന്ദൻ യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പാൻക്രിയാസ് ഗ്രന്ഥി തകരാറിലായ 8 വയസ്സുകാരിക്ക് ചികിത്സാ ധനസഹായം നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ കോളേജ് യൂണിയൻ ക്രിസൻഡോ 2014 ഉദ്ഘാടനം യുവ നടൻ ഉണ്ണി മുകുന്ദൻ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VV കരുണാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് ട്രസ്റ്റ് ചെയർമാൻ ഷെരീഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇതിനോടൊപ്പം നടന്ന മുസ്ലിയാർ കോളേജ് യൂണിയൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം കോളേജ് ട്രസ്റ്റ് ചെയർമാൻ ഷെരീഫ് മുഹമ്മദ് നിർവഹിച്ചു. പാൻക്രിയാസ് ഗ്രന്ഥി തകരാറിലായ 8 വയസ്സുകാരി പൊന്നു എന്ന സാബു ശ്രീലേഖ ദമ്പതികളുടെ മകൾക്കാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി കുട്ടികൾ പിരിച്ചെടുത്ത ചികിത്സാ സഹായം കൈമാറിയത്. വലിയ സഹായവും ഷിബിൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ കൊച്ചനിയന്റെ പ്രവർത്തനവും കൊണ്ടാണ് ഈ തുക കിട്ടിയത്. വലിയ കാര്യം തന്നെ. ന്യൂസ് എനിക്ക് അതിൻ്റെ ഒരുപാട് പേര് അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടെന്ന്. PTA വൈസ് പ്രസിഡന്റ് A. ജോസ്, വൈസ് ചെയർപേഴ്സൺ നിമ്മി എൽസ വർഗീസ്, ജനറൽ സെക്രട്ടറി അജ്മൽ അസീസ്, കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഹരികൃഷ്ണ, യൂണിയൻ അഡ്വൈസർ ലിജേഷ് L എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. BJP പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MD രമേശ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് MD രമേശ് പറഞ്ഞു. BJPയുടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MD രമേശ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി. ഞായറാഴ്ച രാവിലെ കോടഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോടഞ്ചേരി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച ശേഷം പന്തളം രാജകുടുംബാംഗങ്ങളെ കണ്ട് അദ്ദേഹം അനുഗ്രഹവും വാങ്ങി. അതിനിടെ സപ്താഹം നടന്നുവരുന്ന കുളനട മാന്തുക ശിവപാർവതി ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം സപ്താഹത്തിലെത്തിയ ഭക്തജനങ്ങളോടും വോട്ടഭ്യർത്ഥിച്ചു. BJPക്ക് ഏറെ അനുകൂലമായ സാഹചര്യമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലുള്ളതെന്നും അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം മൂലം കുടുംബ ബജറ്റ് താളം തെറ്റി കുടുംബജീവിതം താറുമാറായ 10,000-കണക്കിന് വീട്ടമ്മമാരുടെ എതിർപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും MD രമേശ് PT ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ തീരുമാനത്തെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.
അതിൻ്റെ ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിച്ചിട്ടുള്ള ജനങ്ങൾ എന്നുള്ളത് പത്തനംതിട്ടയിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായിട്ട് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല UPA സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ട് ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് MPയാണ്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താത്ത ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം. MP ഫണ്ട് വിനിയോഗിച്ചു എന്നതിനപ്പുറത്ത് ഈ മണ്ഡലത്തിനാവശ്യമായിട്ടുള്ള വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഈ നിലവിലുള്ള MPക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. ആകെ അദ്ദേഹം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് പത്തനംതിട്ടക്കാർക്ക് വേണ്ടാത്ത ഒരു വിമാനത്താവളം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് പരിശ്രമിച്ചത്. അതിനപ്പുറത്തുള്ള ഒരു വികസന പ്രവർത്തനവും ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ആധാർ കാർഡ് പാചകവാതക സബ്സിഡിയുമായി ബന്ധിപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ഇരകളാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ. UPA ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പെന്നും MD രമേശ് അഭിപ്രായപ്പെട്ടു. തുടർന്ന് പന്തളം, കൈപ്പുഴ, വലിയ കോയിക്കൽ കൊട്ടാരത്തിലെത്തി രാജകുടുംബാംഗങ്ങളുടെ അനുഗ്രഹവും അദ്ദേഹം തേടി. രാജകുടുംബത്തിനു വേണ്ടി കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി രാജരാജവർമ്മ MD രമേശിന് വിജയാശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പന്തളം. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4ാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ് ഓമല്ലൂർ നാദകുഴിയിൽ ജനാർദ്ദനൻ നായർ. 1974 തുടങ്ങി 3 തവണയാണ് അദ്ദേഹം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയത്. ഓമല്ലൂർ ശിവപ്രഭാകര സിദ്ധാശ്രമത്തിലെ നാദകുഴിയിൽ ജനാർദ്ദനൻ നായർ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. സ്വതന്ത്രനായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. 1974 കോൺഗ്രസിലെ സ്റ്റീഫനെതിരെ തുടങ്ങി 3 തവണ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് 79കാരനായ ഇദ്ദേഹം. ആനയായിരുന്നു ചിഹ്നം. പിന്നീട് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ സിംഹമായി ചിഹ്നം. വിജയത്തിന്റെ മാധുര്യവും തോൽവിയുടെ കയ്പും ഇദ്ദേഹം പലതവണ അറിഞ്ഞു. ആദ്യ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടുകൾ നേടി. 2ാം തവണ 15000 വോട്ടുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചു. 3ാം തവണ അത് 500ആയി ചുരുങ്ങി. എന്നാൽ അതുകൊണ്ടും പിന്മാറിയില്ല ജനാർദ്ദനൻ നായർ. കോൺഗ്രസിനെതിരായിട്ട് സ്വതന്ത്രമായി 2 പ്രാവശ്യം മത്സരിക്കുകയും അത് കഴിഞ്ഞ് 2 പ്രാവശ്യം സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും പിന്നീട് അസംബ്ലിയിലേക്ക് KK നായർക്കെതിരായിട്ട് 3 പ്രാവശ്യം മത്സരിക്കുകയും അല്ല സ്വതന്ത്രനായിട്ട് പ്രാവശ്യം മത്സരിക്കുകയും ഓമല്ലൂർ പഞ്ചായത്തിൽ 70 കാലഘട്ടത്തിൽ സ്വതന്ത്രനായിട്ട് 5 പാർട്ടിക്കാരെ എതിരായിട്ട് മത്സരിക്കുകയും 19 വോട്ടിന് ഞാൻ ജയിക്കുകയും ചെയ്തു. 5 വർഷക്കാലം ഞാൻ ഓമല്ലൂർ പഞ്ചായത്തിലെ നിർണായകമായ മെമ്പറായിട്ട് ഇരിക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഓമല്ലൂർ പഞ്ചായത്തിൽ സ്വന്തം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി ജനവിധി തേടി ജയിച്ചു. എതിർപക്ഷമായ CPIM-നെ 19 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് 3 തവണ മത്സരിച്ചു. കൊല്ലം ജില്ലയായിരുന്ന കാലത്ത് മുൻ MLA KK നായർക്കെതിരെയും മത്സരിച്ചിട്ടുണ്ട്. എക്സ് സർവീസുകാരുടെ പിന്തുണയോടെ BJP സ്ഥാനാർത്ഥിയായും ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. സൈക്കിൾ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന കാലത്ത് സൈക്കിളിൽ സഞ്ചരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന ഖ്യാതിയും ഇദ്ദേഹം നേടിയെടുത്തിരുന്നു. 2 പെൺമക്കളാണ് ജനാർദ്ദനൻ നായർക്കുള്ളത്. കൊച്ചുകോയിക്കൽ സ്കൂളിലെയും SRV അഴൂർ UP സ്കൂളിലെയും അധ്യാപക ജീവിതത്തിന് ശേഷം സ്വന്തം വീടിന് സമീപം പ്രഭാകര സിദ്ധ പരമഹംസ അദ്വൈതാശ്രമ ട്രസ്റ്റ് നടത്തിവരുന്ന ജനാർദ്ദനൻ നായർ വീണ്ടും ഒരു അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു സമൂഹം ആൾക്കാരുടെ തമ്മിലടി. പണാധിപത്യമാണ് ഉള്ളത്, ജനാധിപത്യമില്ല. 25,000 രൂപ മുടക്കി 70 ലക്ഷം രൂപ വരെ മണ്ഡലങ്ങൾ ചിലവാക്കി ജയിക്കാമെന്ന് പറയുന്നത് ഏത് സാധാരണക്കാരനെയും കൃഷിക്കാരനെയും ഉണ്ട് ഇത്രയും കാശ് മുടക്കി ജയിക്കാൻ മത്സരിക്കാൻ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇടവേള.